2022 തോന്നുന്നു സുചേട്ടൻ മരിച്ചല്ലേ. 2022 മരിച്ച മനുഷ്യനല്ലേ. അമ്പലത്തിൽ കയറി പാട്ടുപാടി ക്രിസ്ത്യാനി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണമല്ലോ. അപ്പം നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. റനാസുന ഇന്ന് സത്യം പറഞ്ഞ റനാസുനയുടെ വീഡിയോ ഇടാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. സത്യം പറഞ്ഞാൽ 24 മണിക്കൂറും എന്റെ സുതിച്ചേട്ട എന്ന് പറഞ്ഞ് വിലപിക്കുന്ന, ഞാൻ വലിയ പതിവ്രതയാണ് എന്ന് നടിക്കുന്ന ഒരാളാണ് ഈ റനാസുന. സുതിച്ചേട്ടൻ ഞാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന റനാസുന. അതുപോലെ ഇന്നലെ ഞാനൊരു റീൽ കണ്ടു. ഒരു മുസ്ലിമിന്റെ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് ഈ പറയുന്ന സുധിയുടെ ഫോട്ടോയ്ക്ക് അടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന, പിന്നെ റീലിടുന്ന റനാസുന. അതിനകത്ത് വരുന്ന കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്ന റനാസുന. സത്യം പറഞ്ഞാൽ മുസ്ലിംസ് കണ്ടോണ്ടിരിക്കുന്ന അവര് പ്രയാഗമായിരിക്കും, ഇങ്ങോട്ടൊന്നും വന്നു പോരുതെന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ എനിക്കത് കണ്ടിട്ട് ഫീൽ ചെയ്തത്, സത്യം പറഞ്ഞാൽ അതിനൊന്നും ഒരു അപമാനിക്കും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മനസ്സിലായോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് ഉണ്ട്. അതായത് ഈ പറയുന്ന സുധിയുടെ മരണം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന റനാസുന തന്നെയാണ്. അത് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, റനാസുന നാഴികയ്ക്ക് 40 വട്ടം സുതിച്ചേട്ട എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഇതൊക്കെ ആക്ടിങ് ആണ്, ഇതൊക്കെ പ്രഹസനം മാത്രമാണ്. എന്തായിരുന്നു എന്നും സുധിയും ഈ പറയുന്ന റനാസുനയും തമ്മിലുള്ള മുമ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും ഇതൊക്കെ കാണിക്കുന്നത് കുറെ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നിങ്ങൾ ആരും കേട്ടില്ല. ഇന്നലെ അറിയാമല്ലോ, എവിടെ പോയാലും വന്ന് നിന്ന് കൊടുക്കും. ചോരെന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കും. അവർക്ക് ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കും. എങ്ങനെയെങ്കിലും ഈ പറയുന്ന നെഗറ്റീവ് കൊണ്ട് വൈറലാകുക എന്നുള്ളതാണ്. അപ്പോ സുധി ചേട്ടന്റെ ഒരു കാര്യം ചോദിച്ചപ്പോ റനാസുന പറഞ്ഞ ആ ഒരു ആൻസറിൽ തന്നെ ഉണ്ട് എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്, അല്ലെ എന്തുമാത്രം ദുഃഖമുണ്ട്. സുധി എന്ന് പറയുന്ന ഒരാൾ റനാസുനയുടെ ജീവിതത്തിൽ ആരായിരുന്നു എന്നുള്ളതിനൊക്കെ ഈ ഒരൊറ്റ ഉത്തരത്തിൽ മറുപടി കിട്ടുമെന്നുള്ളതാണ്. ആദ്യം ഞാൻ അത് വെച്ചിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ഒരു റിയാക്ട് ചെയ്യുന്ന ഒരാളുടെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻ്റാണ്, സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളും അതുപോലെ തന്നെ പലരുടെ അടുത്തുനിന്നും കടം മേടിച്ച് നടന്നിട്ടിരുന്ന ആളാണ്. അയാളുടെ മരണത്തിന് ശേഷമാണ് എല്ലാവരും അയാളെ പുകഴ്ത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ വെച്ച്? കാരണം അത് സുചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയാണ്. 2026, 2026, 2025, 2024, 2023, ഈ 2022 തോന്നുന്നു സുചേട്ടൻ മരിച്ചല്ലേ. 2022 മരിച്ച മനുഷ്യനല്ലേ. അതിനകത്ത് ഈ കമന്റിന് എന്ത് പ്രസക്തി? മരിച്ചവര് നമുക്ക് സമാധാനത്തിലുള്ള ഉറങ്ങട്ടെ, അതിനെപ്പറ്റി നമുക്ക് ചെയ്യണ്ട. 2026 ആയില്ലേ. അതുപോലെ 2026, 2025, 2024 എന്ന് പറഞ്ഞിട്ട് റനാസുന പറയുന്ന ഒരു സാധനമുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചത് 2022 എന്ന് ഈ പറയുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ആങ്കർ ഈ പറയുന്ന എന്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരോട് ചോദിക്കുകയാണ്. പോട്ടെ സുധിച്ചേട്ടൻ നാഴിക്ക് 40 വട്ടം സുധിയെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആള് സുധിച്ചേട്ടൻ മരിച്ചത് 2022 2023 ജൂൺ 5-ലാണ് ഈ പറയുന്ന സുധി എന്ന് പറയുന്ന ആള് മരിച്ചത്. കലാകാരൻ എന്തോ ആയിക്കോട്ടെ മരിച്ചത്. അതുപോലും ഓർമ്മയില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയേ ഉള്ളൂ. മരിച്ചത് 2023, വർഷം നമുക്ക് മാറിപ്പോവാം, അല്ല സോറി ഡേറ്റ് മാറിപ്പോവാം. ഡേറ്റ് മാറാൻ പാടില്ല. സ്വന്തം ഭർത്താവാണ്, ഞാൻ പതിവ്രതയാണ്, ഞാൻ വിധവയാണ്, വിധവയുടെ എല്ലാവരുടെയും സിമ്പലാണ്, മറ്റതാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന റനാസുനയ്ക്ക് അറിഞ്ഞൂടാ. മരിച്ചത് 2023 ജൂൺ 5 മരിച്ചത്, ഒരു 2022 മരിച്ചത്. അതായത് ഇത്രയേ ഉള്ളൂ. മനസ്സിനകത്തിന്റെ ഒരു കോണിൽ പോലും ആ പുള്ളിയുടെ ഒരു ചിന്തയോ ഒന്നും അവൾക്കില്ല എന്നുള്ളതാണ്. മരിച്ച ഡേറ്റ് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. മരിച്ച ഡേറ്റ് പോലും അറിയില്ല, വർഷം പോലും അറിയില്ല. എന്നിട്ടാണ് കിടന്ന് പതിവ്രത ചമയുന്നത് അല്ലേ. മരിച്ചത് 2000, അവരുടെ 2022 സുധിച്ചേട്ടൻ മരിച്ചത്. അപ്പോ ഇതൊരു പേരിന് വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്നതാണ്. മനസ്സിലായോ? പിന്നെ ഈ പറയുന്ന മദ്യപാനം, കടം ചോദിപ്പ്, ഇതിനൊന്നും തർക്കിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു കുടിയനായിരുന്നു എന്നുള്ളത് ഏതൊക്കെ വീഡിയോ ഈ സുധി ഇട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ കുടിച്ച് പൂസായിക്കൊണ്ട്. പിന്നെ ഈ കടത്തിന്റെ കേസ്, സത്യം പറഞ്ഞാൽ സുധി മരിക്കുന്നതിന് മുമ്പേ
പലവരും എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും പറയും, ഞാൻ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അതൊരു പല പെണ്ണുങ്ങൾ സ്ത്രീകളാണ് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വോയിസ് ഉൾപ്പെടെ എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്. സുധി ഇതുപോലെ ഈ ആളെ അറിയാമോ? അപ്പോഴൊക്കെ നമ്മൾ വലിയ മിമിക്രിയൊക്കെ കാണിച്ച് നടക്കുന്നു എന്നുള്ളതല്ലാതെ വലിയ നമ്മള് മൈൻഡ് ചെയ്യാൻ പോലല്ലോ, ജയിക്കട്ടെ എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഇതുപോലെ എൻ്റെ ഇത് ഇത്ര രൂപ ചെറിയ എമൗണ്ട് ആണ് കേട്ടോ, 10,000 എന്തോ ആണ് വാങ്ങിച്ചിട്ട് നീ തരുന്നില്ല എന്നുള്ള രീതിയിൽ മുമ്പും പലവട്ടം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ നീ തരുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊക്കെ എടുത്ത് ചോദിച്ചായിരുന്നു. ഞാൻ കരുതി ഞാൻ അന്ന് ഈ സുധിയൊന്നും ആയിട്ടല്ല, ആരും ഓടത്തൊന്നുമില്ല, ആരും മൈൻഡൊന്നും ചെയ്യില്ല. ഒരു കലാകാരൻ ഈ പറയുന്ന ടിവിയിലൊക്കെ കാണുന്നു എന്നുള്ളതല്ല, വേറൊന്നുമില്ല. അപ്പൊ ഞാൻ അതങ്ങ് വിട്ടു. ഞാൻ കുറെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു. അതിന്റെ ഒക്കെ വോയിസിന്റെ കിടക്കുന്നത് മരിക്കുന്നതിന് മുമ്പാണ്. അപ്പോ ചെറിയ എമൗണ്ട് 2,000 ആയിക്കോട്ടെ, 3,000 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, ഇഷ്ടംമാതിരി ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. എല്ലാം ഉരുക്കുടിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. താങ്കൾ തന്നെ കൂടെ ഇരുന്ന് കുടിച്ചിപ്പോയാലും മറ്റേ ഇതെല്ലാം അടിക്കുന്നുള്ളൂ. എന്തായിരുന്നു മാജിക് മൊമെന്റ് ഒക്കെ അടിക്കുക, അതെവിടെ? അപ്പൊ എന്നിട്ട് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അന്ന് മറ്റേ ഈ ആർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ മകന് വേണ്ടിയിട്ടാണ്, അവന് വേണ്ടിയിട്ടാണ്. ഇതിനൊന്നും നമുക്ക് നാണോ? ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരു 100 രൂപയ്ക്ക് വേണ്ടി പലയിടത്തും കടം ചോദിച്ചിട്ടുണ്ട്. അതൊരു നമ്മുടെ അവസ്ഥയിലൊക്കെ ചോദിച്ചു. പക്ഷെ അവിടെ വന്ന് കള്ളം പറയുമ്പോഴാണ്, അത് നമ്മൾ അതിനൊന്നും വേണ്ടിയിട്ടല്ല, അത് അവന്റെ പഠിത്തത്തിന് വേണ്ടിയിട്ട് സുധിയുടെ മറ്റേ ഒരു എന്തോ ഒരു ഫാൻ ഗ്രൂപ്പോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് അവരെന്ന് വാങ്ങിച്ച പഠിത്തത്തിന് വേണ്ടി, അല്ലാതെ നമ്മൾ അങ്ങനെ പൈസ വാങ്ങാൻ ഈ പറഞ്ഞതൊക്കെ മറന്നുപോയോ? എന്തൊക്കെ ഇവിടെ കിടന്ന് കരഞ്ഞ് എനിക്ക് വരി വാങ്ങാൻ പൈസ ഇല്ല, ഞാൻ റേഷൻ കടയിൽ മറ്റേതാണ് കരിക്കുന്നത്, വാടക കൊടുക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു വീഡിയോ സഹിതം വോയിസ് അടങ്ങുന്നത് കള്ളം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കേസ്, ഈ ഒരു റീല് ഞാൻ ഇവിടെ ഇട്ടുതരാം. അമ്പലത്തിൽ കയറി പാട്ടുപാടി ക്രിസ്ത്യാനിയായി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണമല്ലോ. അപ്പം എന്റെ ഭഗവാനെ, സംഭവം ഞാൻ ചേച്ചി എന്ത് ചെയ്താലും നോക്കിയുള്ള ആൾക്കാർക്ക് ഇതും ചിലപ്പോ ഒരു എടാ ഒരു മിനിറ്റ് കിച്ചു, ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. മീഡിയ അപ്പൊ അതിനെപ്പറ്റി ഓക്കെ. ഇവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ മെയിൻ സ്ട്രീം ആണ് ഇവിടെ നിരന്തരം ഈ പറയുന്ന വീഡിയോസ് എടുക്കുകയും ഇവിടെ പിന്നീട് എന്താണ് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഹൈപ്പും ഈ പറഞ്ഞ പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ഒരു മീഡിയ. ഇതിലവൻ ചോദിക്കുന്നത് കേട്ടോ, അതായത് ക്രിസ്ത്യാനിയായ രണാസുന ഈ പറയുന്ന ക്ഷേത്രത്തിൽ കയറി പിന്നീട് പാട്ട് പാടുമ്പോൾ അങ്ങനെ ഇതൊരു അവർ ചോദിക്കില്ല, എന്തിന് ഈ പറയുന്ന ക്രിസ്ത്യാനിയായ രണാസുന ഹിന്ദുവിന്റെ അമ്പലത്തിൽ കയറി പാട്ട് പാടിയത് ചോദിക്കുമല്ലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ആരും ചോദിച്ചില്ല. ഇവിടെ ഒരൊറ്റ മനുഷ്യൻ ഇതിനകത്ത് ജാതിയോ മതമോ കൊണ്ടുവന്നിട്ടില്ല, യവൻ കൊണ്ടുവരേണ്. അങ്ങനെ ചോദിക്കുമല്ലോ എന്നാ ചോദിക്കുന്നത്. ആരും ചോദിച്ചത് ഒരു കമന്റ് പോലും അതിനകത്ത് വന്നിട്ടില്ല. ഒരു കമന്റിനെ പോലും ഉദ്ധരിച്ചുകൊണ്ടല്ല ചോദിക്കുന്നത്, യവന്റെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ രണാസുന, നിന്റെ കൂടെ നടക്കുന്നവരുടെ തനി നിറം ഇത്രയേ ഉള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ, കണ്ടോ? അവൻ അങ്ങോട്ടിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ എന്ന്. അത് സ്വാഭാവികമാണല്ലോ, അതായത് ഇവന്റെ മനസ്സിലാണ്. അപ്പൊ എവിടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം കിട്ടണം, അതിന് തുനിഞ്ഞാണ് രണാസുന നിൽക്കുന്നത്. ബാക്കി കേൾക്കാമേ. പൊന്നു വിവാദം ഉണ്ടാക്കുന്നവരെ, കലാകാരന്മാർക്ക് അമ്പലമില്ല, പള്ളിയില്ല, ഒന്നുമില്ല. മീൻസ് ഇല്ലെന്നല്ല, എല്ലാം ഒരുപോലെയാണ്. ദൈവം അറിഞ്ഞു കൊടുക്കുന്നതാണ് കലാകാരന്മാർക്ക് കല. നമുക്കെല്ലാം ഒരു ദൈവമേ ഉള്ളൂ, അല്ലേ? നമ്മുടെ മനസ്സ് നന്നായെങ്കിൽ എവിടെയും നമുക്ക് കയറാം, മനസ്സിലായോ? അതായത് ക്രിസ്ത്യാനികൾക്ക് അമ്പലത്തിൽ കയറാനോ പറ്റത്തില്ലെന്നോ, പള്ളിയിൽ ഹിന്ദുക്കൾക്ക് കയറാൻ പറ്റത്തില്ലെന്നോ എങ്ങനെ നിയമമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കയറുമ്പോൾ ചെരുപ്പ് ഊരിയിട്ടേ കയറാവുള്ളൂ. ഓക്കെ, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റേജിൽ കയറുമ്പോഴല്ല, അമ്പലത്തിനകത്താണെങ്കിലും പള്ളിക്കകത്താണെങ്കിലും കയറുമ്പോൾ പാദരക്ഷകൾ പുറത്തിടുക. അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഓക്കെ, കണ്ടോ? ഇവിടെ ഈ ഒരു വിവാദം ഉണ്ടാക്കിയതാരാ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ഇത് ഈ മീഡിയ, ഈ മേസ്ട്രീം ഉള്ളവൻ അവൻ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുമല്ലോ എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഈ കിച്ചുവിന്റെ പിന്നെ കോൾ വരുന്നു. അങ്ങനെ സ്പീക്കറിൽ ഇട്ടത് കണ്ടോ? എന്തിനാ സ്പീക്കറിൽ ഇട്ടത്? കേക്കട്ടെ എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു കേസ്, അടുത്തൊരു വിവാദം ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരു റീൽ ഇട്ട് തരാമേ. ചേച്ചി, ഇത്രയും നാളും പല്ലി എന്നൊക്കെയായിരുന്നു ചേച്ചിയുടെ ഒരു വിളിപ്പേര്. അതുപോലെ ഇപ്പൊ ഒരു പുതിയ പേര് വന്നിട്ടുണ്ട്, നിക്കർ വിധവ. കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ? അങ്ങനെ വിളിക്കാൻ കാരണം എന്താന്നായിരിക്കും ചേച്ചിയുടെ ഒരു? എല്ലാം കാണും. ഞാൻ ഇത്രയുള്ള അതുകൊണ്ട് 2 റീല് ചെയ്ത്, പിന്നെ എന്റെ ഒരു ആൽബത്തിന്റെ തലേന്ന് ഞാനതാണ് ഇട്ട്. ഞാനത് പല ദിവസവും ഞാനിടും. എനിക്കിഷ്ടമുള്ള, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഞാനിടും.
അതിന് നിക്കർ വിധവയെന്ന് പറഞ്ഞ് കളിയാക്കിയ 2 മഹത് വ്യക്തികളുണ്ട്. ഒന്ന് SP വ്ലോഗ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഇരുന്ന് ഒരുത്തി എനിക്കിട്ട് പറയുന്ന അവളും പിന്നെ അറിയാലോ താത്തയമ്മച്ചി. ഈ താത്തയമ്മച്ചി എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് ചേച്ചിയുടെ എന്തെങ്കിലും മുൻവൈരാഗ്യം വല്ലതും? ആ സാധനത്തിന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. എനിക്ക് അവരുടെ മകനെ ഞാൻ കെട്ടാൻ പോയിട്ടില്ല, ഒന്നിനും ഞാൻ പോയിട്ടില്ല. അവരുമായിട്ട് എന്തുവന്ന് എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് അറിയത്തോലില്ല. എനിക്കിട്ട് ചൊറച്ചപ്പോ ഞാൻ ചൊറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ എവിടുന്ന് വരുന്നതാണെന്നോ ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന പുള്ളിക്കാരിയുടെ കെട്ടിയവനെ ഞാൻ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്ന പോലെ അവരുടെ വർത്താനം, ഇതുപോലെ ഈ താത്തയുടെ മകനെ ഞാൻ കെട്ടാൻ പോകുന്ന പോലെ അവരുടെ വർത്താനം. എനിക്കറിയില്ല, ഇവരൊന്നുമായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. മറ്റേ പുള്ളിക്കാരി എന്തോ എന്റെ ഇനോഗ്രേഷന് വന്ന് മാസ്കൊക്കെ വെച്ച് കുറെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോകുന്നത് ഞാൻ അറിഞ്ഞു. ഈ താത്തയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി പേര് കേട്ടോ, നിക്കർ വിധവ. രണാസിനെ മാറ്റി ഇനി നിക്കർ വിധവയായിട്ട് വിളിക്കേണ്ടതായിട്ട് വരുമോ? എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്തായാലും ആരിട്ടതായാലും നല്ല പേരുണ്ട്, നല്ല യോജിക്കുന്നുണ്ട് നിക്കർ വിധവ എന്നുള്ളത്. പിന്നെ നിങ്ങൾ നിക്കർ ഇടുകയോ ചട്ടി ഇടുകയോ തുണിയില്ല നടക്കുക, അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇടാം. സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും, അത്രയേ ഉള്ളൂ. അത് എൻ്റെ പിന്നീട് വിവരം അനുസരിച്ച് ഞാൻ സംസാരിക്കും. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ചിലർക്ക് ഇഷ്ടപ്പെടുക, ചിലപ്പോൾ തുണിയില്ലാതെ നടന്നാലും ചിലർക്ക് പറയും അടിപൊളി കേട്ടോ, നമ്മുടെ നിക്കർ വിധവ പോകുന്നത് കണ്ടോ, നിങ്ങൾക്കെന്ത്, അവള് തുണി അവളെ ശരീരമാണ്, അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യമാണ്, അവള് ചിലപ്പോൾ തുണിയില്ലാതെ നടക്കുന്നൊക്കെ ചോദിക്കുന്നവരെ കാണാം. അതുകൊണ്ട് നിങ്ങൾ എന്തുവാണോ ഇട്ടോ, രഹസ്യമായിട്ടാണെങ്കിൽ ഇവിടെ ആരും ചോദിക്കാൻ പറ്റില്ല. പരസ്യമായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറയും എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഇത് പറഞ്ഞു, ഇതിനിടയ്ക്ക് വെച്ച് കൊടുക്കുന്ന മറുപടി കേട്ടോ. അതായത് മറ്റേ SK വ്ളോഗ്സാ, ആ കൊച്ചിന്റെ ഭർത്താവിനെ കെട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ അവളെ ഭർത്താവിനെ കെട്ടിയിട്ടുണ്ട്. അതുമല്ല ഈ താത്തയുടെ ഷഫീന ബീവി, അവളുടെ കൊച്ചിനെ ഞങ്ങൾ കെട്ടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെയാണ് നോട്ടം അല്ലേ? മുമ്പൊരു കല്യാണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധി മറ്റൊരാളെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് വന്നത്. ഇപ്പം മറ്റൊരാളെ ഭർത്താവിനെ നോട്ടം ഇടുന്നു. എന്താണ് രനാസുൻ ഈ പറയുന്നതിന്? വല്ലതും നമ്മൾ മറുപടിയൊക്കെ കൊടുക്കുമ്പോൾ താങ്കളെങ്കിലും അവർക്ക് സംസ്കാരമില്ലെന്ന് നിങ്ങൾ പറയുന്നു. അപ്പം സംസ്കാരമുള്ള നിങ്ങൾ നല്ല സംസ്കാരത്തിൽ സംസാരിക്കട്ടെ. എങ്ങനെ സംസാരിക്കില്ലേ? ഉള്ള സംസ്കാരത്തിലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ട് സംസ്കാരം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതാണ് മറുപടി. ഇത് പറയുമ്പോൾ താത്ത ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എനിക്കൊരു പിടുത്തമില്ല. എന്റെ അണ്ണാക്കിൽ അടിച്ചുള്ള സംഭവം തരും എന്നുള്ളതാണ്. അപ്പോ നിക്കർ വിധവ, പേര് നിക്കർ വിധവ. ഞാൻ കണ്ടത്, ഞാൻ ഇതൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സത്യം പറഞ്ഞു പിന്നെ പറയും ഇതൊക്കെ ഞാൻ കാണാറില്ല, അല്ലെങ്കിലൊക്കെ പറഞ്ഞു തരുമ്പോ കാണുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇപ്പോ ഈ പറയുന്ന ബാർ ഡാൻസർ പിന്നീട് അങ്ങനെ ഒരുപാട് പിന്നീട് എന്താണ് കഴിവുകളുള്ള രണാസുനയ്ക്ക് റീസെന്റ് ആയിട്ട് കിട്ടിയ ഒരു കഴിവാണ് പാട്ട് പാടുക എന്നുള്ള കഴിവ്. അത് പാടി കേട്ട് എന്റെ അമ്മയാണ് ആരോ പറഞ്ഞ് സൂപ്പറാണ്. അതിനുശേഷം ഇപ്പം രണാസുനെ വിചാരിക്കുന്നത് ഞാൻ വലിയ പാട്ടുകാരിയാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ഗാനമേളയിലൊക്കെ പോയി കിടന്ന് പാടുകയാണ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഹിന്ദി പാട്ട് പാടുന്ന അവരുടെ ഓഡിയൻസ് ഒക്കെ കിടന്ന് ചിരിക്കുകയാണ്. മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുറേ, ഇവിടെ വല്ലപ്പോരിക്കും മൂളിപ്പാട്ട് പാടാൻ കൊള്ളാം, ഇതുപോലെ ചെന്നിരുന്ന് പാടാനുള്ള കഴിവായിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് ഹിന്ദി പാട്ടത് ഹിന്ദിയാണോ അറബിയാണോ ഉറുദു ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് ഒന്ന് വെക്കാമേ. അവസാനം ആ ടക്രാന എന്ന് പറയുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തം തെറ്റാണ് രണാസുന. പ്രൊണൗൺസിയേഷൻ ഒന്നും ഒക്കെ തെറ്റാണ്. ഇത്രയൊക്കെ പഠിച്ചൊക്കെ പാട്. ആൾക്കാർക്ക് ഹിന്ദി അറിയില്ല എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ ഞാൻ കുറെ ഇതിന്റെ ഫുള്ള് കേട്ട് കേട്ടോ. എന്തോ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്, കിടന്ന് ആടുന്നുണ്ട്. അപ്പോ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയുന്നത്, അല്പന ഐശ്വര്യം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രി ആരോ പറഞ്ഞു എന്താണ് ഭയങ്കര പാട്ടുകാരും സൂപ്പറാണ്, നിങ്ങളുടെ അഭിനയത്തിനെ കാട്ടി മിടുക്കെ നിങ്ങൾ പാട്ടിലാണെന്ന് പറഞ്ഞപ്പോ കുറെ എണ്ണം കൊണ്ട് ഇതുപോലുള്ള പിന്നീട് കോപ്രായങ്ങൾ കാണാൻ ആളുണ്ടാവും. അത് 4 പേര് വന്ന് ഷൂട്ട് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ വിളിക്കുന്നത്. പിന്നീട് പൊന്നാടയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട്. അയ്യോ, ആ ഒരു വസീകരെ പാടി അത് ചത്ത് ആ പാട്ട് എങ്ങനെയാണെന്ന് കൂടി ഇപ്പൊ പിടിയിട്ടില്ല. ഇനി ഒറിജിനൽ എടുത്ത് കേട്ടാലേ അറിയുള്ളൂ ഇത് എങ്ങനെയാണെന്ന്. കാരണം ഇത് വേറൊരു ടൂണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ എന്താ അടുത്ത ഹിന്ദിയിൽ വരുമ്പോ എന്ത് തേങ്ങയും വിളിച്ച് പറയാമല്ലോ. ആർക്കും ഹിന്ദി അറിയത്തില്ല എന്നുള്ളൊരു ഒരു സംഭവമുണ്ട്. അത് മൊത്തം തെറ്റാണ്. അതിലുള്ള പ്രൊനൗൺസിയേഷനും അവർ പറയുന്ന വാക്കുകളൊക്കെ തെറ്റാണ്, മനസ്സിലായോ? അത് ചുമ്മാ ഭയങ്കര കോൺഫിഡൻസിന് സമ്മതിക്കണം കേട്ടോ. എന്ത് പിന്നെ മണ്ടത്തരം വിളിച്ച ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഞാൻ റിമി പുട്ടോമിയെ വെല്ലും എന്നൊക്കെയാണ് എന്റെ തമ്പിട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം ഇത്രയേ ഉള്ളൂ. സുധിച്ചേട്ടൻ എന്ന് നായികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണാസുന സുധി മരിച്ച ഡേറ്റ് പോലും ഓർമ്മയില്ല, വർഷം പോലും ഓർമ്മയില്ല. ഇത്രയേ ഉള്ളൂ. മനസ്സിന്റെ ഒരു കോണിന്റെ അങ്ങ് അറ്റത്ത് പോലും സുധി എന്ന് പറയുന്ന ഒരാളെ എല്ലാം പ്രഹസനമാണ്. ഈ ഫോട്ടോ വെച്ച് പറയുന്നതും ഇടയ്ക്കിടയ്ക്ക് സുധിയുടെ പേരെടുത്തെടുത്തും ഒക്കെ പ്രഹസനമാണ്. ഒരു സ്നേഹത്തിന്റെ ഒരു തരുമ്പ് പോലും ഈ രണാസുനയുടെ മനസ്സിൽ സുധിക്ക് വേണ്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു. അത് ഞാൻ മുമ്പേ നമുക്കറിയാം. പിന്നെ ഈ പറയുന്ന കുറെ എണ്ണ ഉണ്ടല്ലോ, കുറെ എണ്ണ വില സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കും ഇതുപോലെ എങ്ങനെയെങ്കിലൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നത്. എങ്ങനെയായാലും തുണിയെ വിത്തിട്ടായാലും വൈറലാവണമെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും പറയും. ഈ പറയുന്ന രണാസുന അഭിനയിക്കുന്നതിലോ, ഈ പറയുന്ന കിസ് സീൻ അഭിനയിക്കുന്നത്, ബെഡ്റൂം സീൻ അഭിനയിക്കുന്നതിലോ ഒന്നും നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. അഹങ്കാരങ്ങൾ നിർത്തുക. അഹങ്കാരം നിർത്തി ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇന്റർവ്യൂ എടുപ്പ് നിർത്തുക. അറിയാൻ ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നീ ഇല്ല എന്നുള്ളത് ഭയങ്കര, നമ്മൾ വിചാരിക്കും പോലെ ഭയങ്കര ബുദ്ധിമതിയാണ്, മനസ്സിലായോ? നമുക്ക് വീണ്ടും കാണാം. ശരി.